ബഡീസ്, നമുക്കൊരു യാത്ര പോയാലോ? വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ കോഴിക്കോട്. ഡെലിവറി പാർട്ട്നേഴ്സിന്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ ഇറങ്ങി. അക്കു റെഡി ആയിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. മറക്കാതെ ഹെൽമെറ്റും 100ന്റെ ഒരു റെയിൻ കോട്ടും തീർച്ചയായും എടുത്തിരിക്കണം. ഈ വണ്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന കവർ എന്താണെന്ന് അറിയോ? ഫുഡ് വേസ്റ്റും റൂമിന്റെ അല്ലറ ചില്ലറ വേസ്റ്റുകളുണ്ട്. കോർപ്പറേഷൻ വേസ്റ്റ് ബിന്നിൽ കളയാൻ വേണ്ടി എടുത്താട്ടോ. പുറത്ത് നല്ല മഴയുണ്ട്, റെയിൻ കോട്ട് എടുത്തിട്ടു. അങ്ങനെ അക്കുവിനെ സ്റ്റാർട്ട് ചെയ്തു. വലിയ മഴയല്ലെങ്കിലും ചെറിയ ചാറ്റലാണ് കേട്ടോ. ഈ ചാറ്റൽ വൈകുന്നേരം വരെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. ഡെലിവറി പാർട്ട്ണറായിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാമെന്നൊന്നും വിചാരിക്കല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഡെലിവറി പാർട്ട്ണറായി കയറി കഴിഞ്ഞാൽ വേറൊരു ജോലിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ജോബിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓർഡർ തരും, നല്ല ഏണിങ്സും തരും. ഞാൻ ജോലി കയറുമ്പോഴും ഇതേ അവസ്ഥയായിരുന്നു കേട്ടോ. ഇത് എന്തിനാണെന്നറിയോ? നമ്മൾ ജോലി വിട്ട് പോവാതിരിക്കാൻ. നല്ല ജോലിയാണല്ലോ, നല്ല പൈസ കിട്ടുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചു നിൽക്കും. ഒരു 4 മാസം കഴിയുമ്പോഴേക്കും പുതിയ ആൾക്കാരൊക്കെ വരും. അപ്പോൾ പഴയ ഡെലിവറി പാർട്ട്നേഴ്സിന് ഓർഡർ കുറയും. സത്യം പറഞ്ഞാൽ എന്നെ പോലെ പഴയ ആൾക്കാർക്ക് ഇപ്പോൾ ഓർഡർ തീരെ കുറവാണ്. പക്ഷേ ഈ ജോലി വിട്ട് വേറെ ജോലിക്ക് പോകാനും പറ്റുന്നില്ല. അത്രയ്ക്കും സുഖകരമായിട്ടുള്ള ജോലിയല്ല. നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും ഡ്യൂട്ടി കയറുക. ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിലും ആരും ചോദിക്കാനും വരില്ല. എൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എത്ര മഴയായാലും ഞാൻ വെള്ളം കുടിക്കട്ടോ. ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളമാണ്. വെള്ളം ഒരു മരുന്ന് കൂടെയാണ്. അങ്ങനെ ആദ്യത്തെ ക്യാഷ് ഓൺ ഡെലിവറിയും കിട്ടി. ഇന്ന് മഴയായതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് പൊറോട്ടയും മീൻകറിയും കഴിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു ചായയും ഒരു ബിസ്ക്കറ്റും. ഞാൻ ഉച്ചയ്ക്കാണ് ഡ്യൂട്ടിക്ക് കയറാറ്. അതുകൊണ്ട് രാവിലെ 11 മണിക്കാണ് ഫുഡ് കഴിക്കുക. പിന്നെ രാത്രി 7-9 മണിയൊക്കെ ആവും ഫുഡ് കഴിക്കുക. അതിനിടയിൽ ചായ, ഒരു കടി, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ 2 നേരം ഫുഡ് കഴിക്കുള്ളൂ. പിന്നെ ഒരു സങ്കടകരമായിട്ടുള്ള വിഷയമാണ് പെട്രോൾ അടിക്കൽ. ഡെയിലി ഞാൻ 350 പെട്രോൾ അടിക്കും. ഇപ്പോൾ 30 ദിവസത്തേക്ക് എത്രയാണ്? 350 × 30 10,500 പെട്രോളിന് പോവുക. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് കയറാറില്ല. നല്ല ഓർഡറും ഏണിങ്സും ഉള്ള സമയത്ത് പെട്രോൾ 350 അടിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ ഓർഡർ ഇല്ലാത്ത സമയത്ത് 350 പെട്രോൾ അടിക്കണമെന്ന് പറയുമ്പോഴാണ് ഭയങ്കര സങ്കടം. അങ്ങനെ ഹൈലൈറ്റ് മാളിൽ 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഓർഡർ അടിഞ്ഞു. ഓർഡർ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മഴ പിന്നെ കുറച്ച് നേരത്തേക്ക് നിന്നു. ഇതാണ് ഹോയ് പഞ്ചാബ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഇന്റീരിയർ വർക്കും എക്സ്റ്റീരിയർ വർക്കും വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹോയ് പഞ്ചാബിന്റെ ലോഗോ കണ്ടോ നിങ്ങൾ? മഴ കൊണ്ട് തണുത്ത് വിറച്ചിരിക്കുന്ന സമയത്ത് AC ഉള്ളിൽ കയറി എങ്ങനെ ഉണ്ടാവും? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അങ്ങനെ വീണ്ടും ചാറ്റൽ മഴ തുടങ്ങി. അങ്ങനെ അടുത്ത ഓർഡർ പിസ്സ ഹട്ട് എന്നായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. മഴയായോണ്ട് ബീച്ചിൽ ആൾക്കാരും കുറവ്. അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. ഇപ്പൊ സമയം 6 മണി. നേരത്തെ 1:30-ക്കായിരുന്നു ചായ കുടിച്ചത്. 6 മണിക്ക് വീണ്ടും ഒരു ചായ. റോഡിന്റെ സൈഡിൽ നിന്നിട്ട് ഒരു ചായ കുടി വല്ലാത്തൊരു വൈബാട്ടോ. അങ്ങനെ അടുത്ത ഓർഡർ അടിഞ്ഞത് NFC റെസ്റ്റോറന്റ്. ഒട്ടുമിക്ക ഡെലിവറി പാർട്ട്നേഴ്സും ഫുഡ് കഴിക്കാൻ മറക്കാറ്. പലരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ഫുഡ് കഴിക്കും. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴായിരിക്കും അടുത്ത ഫുഡ്. ഇതിനിടയിൽ വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കും. അങ്ങനെ നേരം ഇരുട്ടി തുടങ്ങി. ഓർഡർ ഇല്ലാതെ ഒരു 6:30-ക്ക് ഇരുന്നതാ. 7-7:15 അടുത്ത ഓർഡർ. അതുവരെ റീൽസ് നോക്കി ഇങ്ങനെ സമയം കളഞ്ഞു. അടുത്ത ഓർഡർ അടിഞ്ഞത് സൽക്കാര ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. 7 മണിക്ക് ശേഷം പിന്നെ മഴ തീരെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ പ്ലാസ്റ്റിക് അഴിച്ചു വെച്ചിട്ടുമില്ല. അതെന്താണെന്നറിയോ? ഭയങ്കര തണുപ്പാണ്. പ്ലാസ്റ്റിക് ഇടുമ്പോൾ കുറച്ചെങ്കിലും സമാധാനമുണ്ട്. സമയം ഇപ്പോൾ 11:10. ഒരു തട്ടുകട കണ്ടിട്ട് വണ്ടി നിർത്തി. 3 തട്ട് ദോശയും ഒരു സിംഗിൾ ഓംലേറ്റും കഴിച്ചു. ഒരുപാട് വിശന്നിട്ട് കഴിക്കുന്നോണ്ടാണെന്നറിയില്ല, വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ സാമ്പാർ. ദോശയാണെങ്കിൽ നല്ല മൊരിഞ്ഞ ദോശ. അങ്ങനെ ലാസ്റ്റ് ഓർഡറും എടുത്തിട്ട് കൊടുക്കാൻ പോയി. എന്നിട്ട് പാട്ടും പാടി നേരെ വീട്ടിലേക്ക്. തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ 12:30-ആയി. ഇന്ന് ഞാൻ ടോട്ടൽ 12 മണിക്കൂർ വർക്ക് ചെയ്തു. 1369 ഏണിങ്സ്. 350 പെട്രോൾ, വണ്ടിക്കായി 350 രൂപ ഓയിലും വാങ്ങിച്ചായിരുന്നു. ഫുഡിന് ഒരു 50 രൂപയും. അപ്പോൾ ഇന്നത്തെ സാലറി എനിക്ക് 600 രൂപ. ബഡീസ്, അപ്പൊ നിങ്ങൾ പറയുക, ഈ ജോലിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻകുഴൽ. வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாய, விளையாட ஜோடி தேவை. இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போம். இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போம்.